ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഒരുപാട് വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജൂലൈ 2-ാം തീയതി സംഭവബഹുലമായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് റഷ്യ-ഉക്രൈൻ യുദ്ധം. റഷ്യ താറുമാറായിട്ടുള്ള ആക്രമണങ്ങളാണ് ഉക്രൈൻ്റെ ഉള്ളിലേക്ക് അഴിച്ചുവിട്ടത്. അതുപോലെ തന്നെ അമേരിക്ക-ഇറാൻ തമ്മിലുള്ള ചർച്ച ഒരു ഡെവലപ്മെൻറ്റും ആകാതെ രണ്ടുപേരും പരസ്പരം ഡെവലപ്മെൻറ്റായി പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ വിഡ്ഢിയാക്കിക്കൊണ്ട് പലതരത്തിൽ ചർച്ചകൾ നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ. അതുപോലെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് രണ്ട് വിഷയം കവർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടോളൂ. ഇത് രണ്ട് പ്രതിഭകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള എംപയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ ക്ലൈംബ് ചെയ്ത് കയറി റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. അത് തികച്ചും സാഹസികമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഫോക്സ് ന്യൂസ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ മുഖ്യ മാധ്യമങ്ങളും ഈ വിഷയം കവർ ചെയ്തിട്ടുണ്ട്. അതിലടുത്ത് ആഗോളതലത്തിൽ ഭയങ്കര ചൂടാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ആഗോള താപനിലയുമായിട്ട് ബന്ധപ്പെട്ട ചൂടാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് യൂറോപ്യൻ മേഖലയിലെല്ലാം. ചൈനയാണെന്നുണ്ടെങ്കിൽ വിചിത്രമായിട്ട്, ചൈന എപ്പോഴും കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ ഹൈ റൈസ് ബിൽഡിങ്ങുകളിൽ മിസ്റ്റ് ഇറിഗേഷൻ സെറ്റപ്പ് സ്ഥാപിച്ചുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ റെയിൻ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് താപനില കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. സിറ്റികളിൽ ഒരു പരിധിവരെ ഇത് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു വലിയ പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ എല്ലാ രാജ്യങ്ങളിലേക്കും ഇത് ചെയ്ത് കളയാമെന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റത്തില്ല. പർട്ടിക്കുലറായിട്ട് ഒരു 5-6 ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ സെറ്റാക്കി നിർത്താൻ പറ്റും. അല്ലെങ്കിൽ വലിയ ജലക്ഷാമത്തിലേക്ക് പോകേണ്ടി വരും. അതിനേക്കാളും ഭേദം ചെറിയ കാലയളവിലേക്ക് ചൂട് സഹിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബിയിലെ IHC എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിലെ അദാനി കമ്പനിയുമായിട്ട് ചേർന്ന് അലുമിനിയം മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കുള്ളിൽ ഒഡീഷയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. $11.5 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നത്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. അതായത് ഈ ഇടപ്പെട്ട കാലയളവിൽ ഇന്ത്യക്കുള്ളിൽ വരുന്ന ഏറ്റവും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് $11.5 ബില്യൺ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യക്കൊരു ലോട്ടറി തന്നെയാണ്. 53,000 പേർക്ക് ജോലി കിട്ടാനുള്ള ഒരു പ്രോജക്റ്റാണിത്. അതായത് ഇന്ത്യയും UAEയും ചേർന്ന് വലിയ രീതിയിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പദ്ധതികൾ ഒരുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇനിയും ഞെട്ടിക്കുന്ന പല പ്രോജക്റ്റുകളും വരാനിരിക്കുന്നേ ഉള്ളൂ. വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയാൻ പോയി കഴിഞ്ഞാൽ, വെനിസുലയിൽ ഇന്ത്യയുടെ മെഡിക്കൽ ടീം അസാധ്യമായിട്ടുള്ള സർവീസാണ് അവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 68 പേരുടെ സർജറി വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ്, പരിക്കേറ്റവർക്കുള്ള ചികിത്സ, അത്യാവശ്യ മെഡിസിനുകൾ കൊടുക്കുന്നതായിക്കോട്ടെ, അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഫുൾ മെഡിക്കൽ സർവീസ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് വെനിസുല ഗവൺമെൻറ് ഇന്ത്യക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സൈഡിലിരിക്കുമ്പോൾ തന്നെ വെനിസുലയുടെ ഉള്ളിൽ മരണപ്പെട്ടവരുടെ എണ്ണം 2,500 അടുക്കാണ്. അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ എണ്ണം 11,000 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റഷ്യ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് നടത്തിയ അറ്റാക്ക്, 500 ഡ്രോൺ, 70 മിസൈലുകൾ, വിവിധ തരത്തിലുള്ള മിസൈലുകൾ വെച്ചിട്ട് കീവ് നഗരം ടാർഗറ്റ് ചെയ്ത് ആക്രമണം, കനത്ത ആക്രമണം. പവർ ഗ്രിഡുകളെല്ലാം തന്നെ അടിച്ച് തോലച്ച് കൈ കൊടുത്തിട്ടുണ്ട്. കറണ്ടില്ല. പ്രൈവറ്റായിട്ട് ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുത്തുകൊണ്ടിരുന്ന കമ്പനികൾക്ക് മേളിൽ വരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 18 ആണെന്നാണ് ഉക്രൈൻ പറഞ്ഞിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. ഇത്രയും നാളും നടത്തിയ അറ്റാക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും മാരകമായിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ് നടത്തിയത് എന്ന് ഉക്രൈൻ അതിനെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഞങ്ങൾക്ക് അമേരിക്കയിൽ നിന്നും കൂടുതൽ വെപ്പൺ സപ്ലൈ ഇനിയും വരേണ്ടതുണ്ട്, അത് ഡിലേ ആവാൻ പാടില്ല. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ സൈഡിൽ നിന്നും 6.6 ബില്യൺ ഇപ്പോൾ ഈ 1-ാം തീയതി വരാനുള്ളതാണ്. അത് ഇതുവരെ വന്നിട്ടില്ല. ഉക്രൈൻ സെലൻസ്കി എല്ലാം കണക്കിട്ട് വെച്ചിരിക്കുകയാണ്. കൃത്യ ഡേറ്റിൽ അത് ചോദിക്കും. 1-ാം തീയതി പൈസ കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ പൈസ വന്നില്ല, എന്ത് സംഭവം? ഒരു 6.6 ബില്യൺ വരേണ്ടതാണല്ലോ. മാസം തുടങ്ങി, ഒന്നും ഇതുവരെ പൈസ കിട്ടില്ല എന്ന് പറഞ്ഞുള്ള പരാതിയുമായിട്ട് സെലൻസ്കി എത്തിയിട്ടുണ്ട്. എന്നിട്ട് റഷ്യയ്ക്കുള്ള മറുപടി പറഞ്ഞിരിക്കുന്നത്, റഷ്യ, നിങ്ങൾ ഉക്രൈൻ്റെ ഉള്ളിൽ ഈ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ചിലവ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ എക്സ്പെൻസസ് വളരെ വലുതായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ആക്രമണമുണ്ടല്ലോ, ഷാർപ്പ് ഷൂട്ടിംഗ് ആണ്. ഞങ്ങൾ ഡ്രോൺ വെച്ചിട്ടാണ് അറ്റാക്ക് നടത്തുന്നത്. വളരെ തുച്ഛമായ ചിലവാണ് ഞങ്ങൾക്ക്. നിങ്ങളിലേക്ക് ഉണ്ടാക്കുന്ന ഒരു നഷ്ടം അത് വളരെ വലുതാണ്. ലൂക്ക് ഓയിൽ കമ്പനിയുടെ 2 ഓയിൽ റിഫൈനറികൾ ഇന്ന് ഉക്രൈൻ റഷ്യക്കുള്ളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അത് രണ്ടും തന്നെ നിന്ന് കത്തുകയാണ്. ഓൾറെഡി തന്നെ റിഫൈൻഡ് ഓയിൽ ഷോർട്ടേജിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റഷ്യയ്ക്ക് ഈ ലൂക്ക് ഓയിൽ കമ്പനിക്ക് മേളിൽ ഉക്രൈൻ നടത്തിയ അറ്റാക്ക് കനത്ത ആഘാതം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഓയിൽ ഷോർട്ടേജ് വീണ്ടും കൂടും. ഇപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും റിഫൈൻഡ് ഓയിൽ റഷ്യ ഇറക്കുമതി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന ഓയിൽ കമ്പനികളുടെ കപ്പലുകൾ ഞങ്ങളുടെ മുന്നിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെയും അറ്റാക്ക് ചെയ്യുമെന്നാണ് ഉക്രൈനിലെ സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
യുദ്ധം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ. നിരവധി ഏരിയകളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഉക്രൈന്. അതുപോലെ റഷ്യയുടെ എനർജി, അതുപോലെ തന്നെ റഷ്യയുടെ എണ്ണപ്പാടങ്ങൾ സംരക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഓയിൽ ഷോർട്ടേജ് ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് റഷ്യക്കുള്ളിൽ. ഇനി ഇസ്രായേലാണെന്നുണ്ടെങ്കിൽ ലെബനൻ്റെ ഉള്ളിൽ സൗത്ത് ലെബനൻ ഭാഗത്ത് രാവിലെയും അതേപോലെ വൈകുന്നേരവും 2 നേരവും മാറി മാറി അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ടയർ റീജിയൻ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ലെബനാനിൽ നിരവധി ഏരിയകളിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹെസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ തച്ചുടച്ച് കളഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ വിജയികളായിട്ടുള്ള ഹെസ്ബുള്ള, IRGC നയിക്കുന്ന ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് വിജയിക്കുന്ന ഹെസ്ബുള്ള എന്നുള്ള ടാഗ് ലൈനിൽ തന്നെ ഇസ്രായേൽ ഒരു ഫോട്ടോഗ്രാഫ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഫോട്ടോഗ്രാഫ് വേറെ ഒന്നുമല്ല, ലോഡ് കണക്കിൽ കോഫിൻസ്. ഈ കോഫിൻസ് വേറെ ഒന്നുമല്ല, കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ നടന്നുകൊണ്ട് ഈ കോഫിൻ ചുമന്നുകൊണ്ട് പോകുന്ന ഇമേജ് ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഇനിയിപ്പോൾ നടക്കാൻ വയ്യ, കാരണം ലോഡ് കണക്കിൽ കോഫിൻസ് ഇനിയും പെൻഡിങ്ങിൽ കിടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് അവർക്ക് ഗ്യാപ്പ് കിട്ടുന്നത്. അപ്പോൾ ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലോറിയിൽ വെച്ച് കൊണ്ടുപോവാണ്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹെസ്ബുള്ള മെമ്പേഴ്സിൻ്റെ മൃതദേഹങ്ങൾ ലോഡ് കണക്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിക്ചറാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. വിജയികളായിട്ടുള്ള ഹിസ്ബുള്ളയുടെ അവസ്ഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സിറിയയുടെ ഫോറിൻ മിനിസ്റ്റർ ലെബനനിലേക്ക് വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ നിർദ്ദേശത്തിനെ തുടർന്നാണ് ഈ വിസിറ്റ് നടന്നിരിക്കുന്നത്. ലെബനൻ്റെ പ്രസിഡന്റ് ജോസഫ് ആവോനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. സിറിയയുടെ എല്ലാ പിന്തുണയും ലെബനനുണ്ടാവും. ഹിസ്ബുള്ളയെ ഒരു പരിധിവരെ ഒതുക്കാൻ ഇസ്രായേൽ, സിറിയ, ലെബനൻ ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട്, ശരിക്കും കൂട്ടുകെട്ട് ഇസ്രായേലുമായിട്ടില്ല, അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി അഹമ്മദ് അൽഷാര ലെബനനുമായിട്ട് ചേർന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരിക്കും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, സിറിയ ലെബനനുമായിട്ട് ചേർന്ന് ഹെസ്ബുള്ളക്കെതിരെ യുദ്ധത്തിന് ഒരുങ്ങുകയാണോ എന്നുള്ള ചോദ്യത്തിന് സിറിയയുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞ ഉത്തരം, ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഓൾറെഡി തന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് അഹമ്മദ് അൽഷാര പറഞ്ഞിട്ടുണ്ട്. അഹമ്മദ് അൽഷാര 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളിനി ആയുധമെടുത്ത് ഹിസ്ബുള്ളക്കെതിരെ മുന്നോട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇല്ലാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. അതായത് ആയുധമെടുത്ത് ഐസൈസിന് വേണ്ടിയിട്ട് തീവ്രവാദ പ്രവർത്തനത്തിന് പോയിരുന്ന കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും ഞങ്ങൾ അതേ മാതൃകയിൽ ആയുധമെടുത്ത് പോരാടാൻ തയ്യാറാകുന്നില്ല, പക്ഷേ ഹിസ്ബുള്ളയെ അല്ലാതെ തന്നെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള രീതിയിലേക്കാണ് പുള്ളിക്കാരൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത്. അത് തന്നെയാണ് ഇപ്പം ഫോറിൻ മിനിസ്റ്ററും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ഈ ലെബനൻ ആർമിയെ പിന്തുണയ്ക്കും. അതാണ് സംഭവം. ഹെസ്ബുള്ളയെ എതിർക്കും. തീർച്ചയായിട്ടും സുന്നി ഷിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ്. അതിലിപ്പം വലുതായിട്ട് ചിന്തിക്കേണ്ടതൊന്നുമില്ല. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയിലൊന്നും ഒരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടായിട്ടില്ല. ആയിക്കോട്ടെ, ഇറാൻ്റെ പ്രതിനിധികളായിക്കോട്ടെ, അതേപോലെ തന്നെ അമേരിക്കൻ പ്രതിനിധികളായിക്കോട്ടെ, ഖത്തറിൽ വന്ന് ചർച്ച നടത്തി ഇവർ മടങ്ങിപ്പോയി. അവർ പറഞ്ഞിട്ട് പോയത് ഇനി അടുത്ത ജൂലൈ 18-ാം തീയതി അടുത്ത ചർച്ചയ്ക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലുള്ള വിഷയങ്ങളും ഡിസ്കസ് ചെയ്തിട്ടില്ല, ഒരു പുരോഗതിയും സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് US-ൻ്റെ ഒരു ഹെലികോപ്റ്റർ, ശരിക്കും എയർക്രാഫ്റ്റ് കരിയറിന് അവോക്സ് റഡാർ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന ഹെലികോപ്റ്ററാണ്. ഈ ഹെലികോപ്റ്റർ വാട്ടർ ലാൻഡിങ് ചെയ്തിരിക്കുകയാണ്. ലാൻഡിങ് ചെയ്തതാണോ തകർന്ന് വീണതാണോ എന്നുള്ളത് ഇതുവരെ സെൻകോം ഉറപ്പിച്ചിട്ടില്ല. പക്ഷേ 4 പേരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്, ഒരാൾ മിസ്സിംഗ് ആണ്. ഇതേപോലെ കഴിഞ്ഞ ആഴ്ച ഒരു ഹെലികോപ്റ്റർ തകർന്ന് വീണതിനെ ചൊല്ലിയാണ് ഇറാൻ്റെ മേളിൽ ആക്രമണം നടത്തിയത് അമേരിക്ക. ഇനിയിപ്പോൾ ഈ ആഴ്ചയും ഈ ഹെലികോപ്റ്ററിൻ്റെ പേരിൽ എന്തെങ്കിലും അറ്റാക്കുകൾ തുടങ്ങുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ആയത്തുൽ ഖമനയുടെ ബറിയൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പുതിയ അൺസർട്ടനിറ്റി വല്ലതും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ അമേരിക്ക എന്നും നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു വിഷയം നടന്നിട്ടുണ്ട്. ആയത്തുൽ അലി ഖമനയുടെ ബറിയൽ സെറമണിക്ക് മകനായിട്ടുള്ള മുജ്തബ ഖമനയി പങ്കെടുക്കില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഒരു പ്രാവശ്യം വെളിയിൽ വന്നു കഴിഞ്ഞാൽ മൊസാദ് കൃത്യമായിട്ട് ഇയാളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം പുറത്തു വരാത്തതാണ്. ഇസ്രായേലിൻ്റെ മൊസാദിനെ പേടിച്ചിട്ട് IRGCയുടെ ചീഫ് ഓഫ് പേഴ്സൺ എന്നറിയപ്പെടുന്ന IRGC ഭരിക്കുന്ന രാജ്യത്തിൻ്റെ സുപ്രീം ലീഡറായിട്ട് ഇപ്പോൾ അവരോധിക്കപ്പെട്ടിരിക്കുന്ന മുജ്തബ ഖമനയി ഇസ്രായേലിനെ പേടിച്ചിട്ട് തന്തയുടെ ശവടക്കിന് പങ്കെടുക്കാൻ വരുന്നില്ല. ഇതാണ് അവസ്ഥ. ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുകയാണ് ഇസ്രായേലിൻ്റെ ഒരു പൊസിഷൻ എവിടെയാണ് നിൽക്കുന്നുള്ളത്. പേടിച്ചിട്ട് തന്തയുടെ ശവടക്കിന് വരുന്നില്ലെന്നേ. ഇതാണ് ഇറാൻ്റെ IRGCയുടെ ആ ഒരു കറേജ്. സിറിയയ്ക്കുള്ളിൽ ഡമസ്കസിൽ ഒരു പൊട്ടിത്തെറി, റെസ്റ്റോറൻറ്റിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. 7 പേർ കൊല്ലപ്പെട്ടു. ഇത് തീവ്രവാദ ആക്രമണമാണെന്ന് തീവ്രവാദികൾ ഭരിക്കുന്ന സിറിയ പറഞ്ഞിട്ടുണ്ട്, HTS.
അവരിതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ത് ഇൻവെസ്റ്റിഗേഷൻ? തോക്കെടുത്ത് ടപ്പടപ്പേന്ന് വെടിവെക്കുന്ന ഇവർക്ക് എന്ത് ഇൻവെസ്റ്റിഗേഷനാണ്? ഇറാൻ അവരുടെ 7 സെക്യൂരിറ്റി ഓഫീസേഴ്സ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാഖിലുള്ള കുർദിഷ് സേനകൾക്ക് മുകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. താറുമാറായിട്ടുള്ള ആക്രമണമാണ് നടത്തിയത്. നിരവധി പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള നിഗമനമുണ്ട്. ഇനിയിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുർദ് സേനകൾ തിരിച്ചടിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. അതേസമയം അമേരിക്ക ഇറാഖിനെയും സിറിയയെയും പരിപോഷിപ്പിക്കുന്നുണ്ട്. ഇറാഖിൻ്റെ മൂവ്മെൻറ്റ്, ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് വളരെ നന്നായി. അതുപോലെ ഇറാഖിൻ്റെ ബാങ്കിങ് ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഒരു സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പുതുതായിട്ട് വന്ന ഇറാഖിൻ്റെ ഈ ഒരു ലീഡർ അലി അൽ സൈദി പുള്ളി വാഷിങ്ടണിലേക്ക് സന്ദർശനം നടത്താൻ സമ്മതം അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും, അതുപോലെ തന്നെ അമേരിക്കൻ സൈഡിലേക്ക് പുള്ളിയുടെ നിലപാട് പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനെ തുടർന്ന് അമേരിക്കയുടെ കളികൾ ഇറാഖിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. സോ അതുകൊണ്ട് ഇറാഖിൻ്റെ അടുത്തൊരു ഫ്ലെക്സിബിലിറ്റി അമേരിക്ക ഇപ്പം കാണിച്ചു തുടങ്ങുന്നുണ്ട്. അതുപോലെ സിറിയയെ തീവ്രവാദികളെ പരിപോഷിപ്പിക്കുന്ന രാജ്യം എന്നുള്ള ആ ഒരു പട്ടികയിൽ നിന്നും എടുത്തു മാറ്റാനുള്ള റിക്വസ്റ്റ് അമേരിക്കയുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷന് മുന്നിൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. നിലവിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ 60% കപ്പലുകൾ ഇറാന്റെ തീരത്തൂടെയും 30% കപ്പലുകൾ ഒമാന്റെ തീരത്തൂടെയുമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട 2 വാർത്തകളാണ്. ഒന്ന്, വിഴിഞ്ഞം പോർട്ടിൽ അദാനി അവരുടെ സ്റ്റേക്ക് സെയിൽ ചെയ്തത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ പെർമിഷൻ ഇല്ലാതെയാണ്, അല്ലെങ്കിൽ അതിനെ അറിയിക്കാതെയാണ് അദാനിയുടെ സ്റ്റേക്ക് സെയിൽ ചെയ്തത്. മീൻസ് അദാനിയുടെ കമ്പനിയുടെ ഷെയർ വിറ്റത് MSC എന്ന് പറഞ്ഞ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കാണ് ഈ സ്റ്റേക്ക് വിറ്റിരിക്കുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ വലിയ കമ്പനിയാണ്. അവർ ഈ ബിസിനസ്സിൽ അഗ്രഗണ്യരാണ്. അവർ വിഴിഞ്ഞം പോർട്ടിലെ അദാനിയുടെ സ്റ്റേക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് മാത്രമല്ല കേരളത്തിനും ഗുണം ചെയ്യുന്ന കാര്യമാണ്, ഇല്ലാന്നില്ല. രാജ്യത്ത് ഒരു സമ്പന്നൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമ്പന്നനെ വല്ലാത്ത രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. ബിസിനസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, പിന്നെ ഏത് വെല്ലുവിളികളും ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. ഇതിപ്പോൾ അദാനിയും അബുദാബി IHC കമ്പനിയുമായിട്ട് ചേർന്ന് ഒഡീഷയിൽ നടത്താൻ പോകുന്ന പ്രോജക്റ്റിൽ 53,000 പേർക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്. ഈ വിഴിഞ്ഞം പോർട്ടിലും നിരവധി പേർക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിൽ അദാനി എന്ന് പറയുന്നത് ആ പോർട്ടിൻ്റെ ഓപ്പറേറ്ററാണ്. ആ പോർട്ടിൻ്റെ ഓണർഷിപ്പ് കേരള ഗവൺമെൻറ്റിനുള്ളതാണ്. പക്ഷേ അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും കസ്റ്റംസ് ഉൾപ്പെടെ അവിടുത്തെ കംപ്ലീറ്റ് ഓപ്പറേഷൻ ഫെഡറൽ ഓപ്പറേഷനാണ്. അവിടുത്തെ കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഫെഡറൽ ഓപ്പറേഷനാണ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചേർന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ശരിക്കും ഈ MSC എന്ന് പറഞ്ഞ കമ്പനി വിഴിഞ്ഞത്ത് അത് അദാനി ത്രൂവോ അല്ലെങ്കിൽ കേരള ത്രൂവോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ത്രൂവോ ആര് ത്രൂ വന്നാലും അത് വെൽക്കം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഗ്ലോബലി ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്ന ഷിപ്പുകളിൽ ഏറ്റവും വലിയ ഷിപ്പുകൾ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയാണ് MSC. ഈ MSCയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഡീലിംഗ് നടക്കുന്നുള്ളത് വിഴിഞ്ഞം പോർട്ട് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പത്രങ്ങളിൽ വന്നതാണ്. MSCയുടെ കപ്പൽ അവിടെ ആദ്യമായിട്ട് അടുപ്പിച്ച സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നിരുന്നു. അദാനി പ്രോപ്പറായിട്ട് MOU സൈൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ ഷെയർ വിറ്റിരിക്കുന്നത്. ഇതിനകത്ത് കേരളത്തിന് ഒന്നും ചെയ്യാനില്ല. അയാൾക്ക് എത്ര പാർട്ട്നേഴ്സിനെ വേണമെങ്കിലും ചേർക്കാം. ഇതുപോലെ കേരളത്തിൽ പൊട്ടത്തരങ്ങൾ പറയുന്ന കുറേ ആൾക്കാരുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്ത് നശിപ്പിച്ച് ആ വിഷയത്തിനെ കുളവാക്കുന്ന ഏർപ്പാടാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു പ്രത്യേകതരം കൾച്ചറാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അദാനി വിഴിഞ്ഞം നടത്തുന്നതെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ നടത്തണമല്ലോ. അത് ആര് നടത്തും? നടത്താൻ കപ്പാസിറ്റിയുള്ള 1-2 ആൾക്കാരെ കൊണ്ടുവരൂ. 3000 കോടിയിലധികമാണ് അവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പണം വെറുതെ വരില്ലല്ലോ. അതുപോലെ ഇന്ത്യയുടെ എനർജി മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് 74,500 കോടി എണ്ണ കമ്പനികൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം 2 മാസമെങ്കിലും എടുക്കും എണ്ണ വില കുറയ്ക്കാൻ. നിങ്ങൾ ഉടനെ എണ്ണ വില കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം എണ്ണ കമ്പനികൾ 2 മാസത്തിന് മുമ്പുള്ള വിലയിലുള്ള ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് അത് റിഫൈൻ ചെയ്ത് അത് ഇപ്പോഴാണ് മാർക്കറ്റിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് വന്ന സമയത്ത് 2 മാസം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ടാണ് വില വർധന ഉണ്ടായത്. സോ ഈ നഷ്ടം നികത്തുന്നത് വരെ ഈ വില വർധന ഉണ്ടാവും. സോ ഒരു 60 days എന്തായാലും ഒരു ടൈം ലൈൻ വേണ്ടി വരുമെന്നാണ് എനർജി മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എനിവേ, എത്രയും വേഗം വില കുറച്ച് കൊടുത്താൽ അത്രയ്ക്ക് നല്ലത്. അതാണ് പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ. ജപ്പാനും ഇന്ത്യയും തമ്മിൽ 120 MOU ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. നിരവധി മേഖലകളിൽ AI, ഇൻഫ്രാസ്ട്രക്ചർ, ട്രേഡ്, അതേപോലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ സെക്ടർ, ഇങ്ങനെ നിരവധി മേഖലകളിൽ ജപ്പാനും ഇന്ത്യയും ചേർന്ന് പ്രവർത്തിക്കാൻ ധാരണയായിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10 ട്രില്യൺ ജാപ്പനീസ് കറൻസി ആണ് 10 വർഷം കൊണ്ട് ഇന്ത്യക്കുള്ളിൽ നിക്ഷേപിക്കാൻ ധാരണയായിരിക്കുന്നത്. ഇത് പഴയ അതേ സെയിം എഗ്രിമെന്റ് തന്നെയാണ്. അത് സനൈ തക്കേഷി ഒന്നുകൂടെ പുതുക്കിയിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് ക്യാൻസൽ ചെയ്തിട്ടില്ല, റദ്ദാക്കിയിട്ടില്ല.
ഏകദേശം 68 ബില്യൺ US$ വർത്ത് വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഇത്. അതാണ് ഈ 10 ട്രില്യൺ ജാപ്പനീസ് കറൻസി yen എന്ന് പറഞ്ഞിരിക്കുന്നത്. എവറി ഇയർ 1 ട്രില്യൺ yen നിക്ഷേപിക്കും ഇന്ത്യയുടെ ഉള്ളിൽ. അതാണ് ധാരണ. പക്ഷേ അത് വിവിധ മേഖലകളിൽ ഡൈവേഴ്സിഫൈ ചെയ്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അത് ശരിക്കും യുദ്ധത്തിൻ്റെ പരിധിയിൽ വരേണ്ടതല്ലല്ലോ എന്നുള്ള ചോദ്യത്തിന് റഷ്യ കൊടുത്തിരിക്കുന്ന മറുപടി, ആ 5 സ്റ്റാർ ഹോട്ടലിൽ ഉക്രൈനിയൻ സോൾജേഴ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യുദ്ധത്തിനിടയിൽ എന്ത് ചോദ്യം? 570 മിസൈലുകളും 500 ഡ്രോണും വരുമ്പോഴത്തേക്കും അത് എവിടെ പതിക്കുന്നെന്ന് ആർക്കറിയാം? പലപ്പോഴും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഡെബ്രി പല സ്ഥലങ്ങളിൽ പോയി പതിക്കാറുണ്ട്. അപ്പോൾ എന്നാൽ 5 സ്റ്റാർ ഹോട്ടൽ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ അറ്റാക്ക് നടത്തിയതെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. റഷ്യയ്ക്ക് 6 ലക്ഷം ടൺ റിഫൈൻഡ് ഓയിൽ ഷോർട്ടേജ് ഉണ്ട്. ഈ 6 ലക്ഷം ടൺ ഇനിയിപ്പോൾ വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമോ? ആക്രമിക്കപ്പെട്ട റിഫൈനറികൾ റെക്ടിഫൈ ചെയ്ത് റഷ്യ ഈ പ്രതിസന്ധിയെ മറികടക്കും എന്നുള്ളത് നമുക്കറിയില്ല. നിലവിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി റഷ്യക്കുള്ളിലുണ്ട്. അപ്പം ഇറാനിയൻ സേനകൾക്കെതിരെ PDKI, ഡെമോക്രാറ്റിക് ഇറാഖ് കുർദിഷ് സംഘടനകൾ ആക്രമണം നടത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇറാഖ് ഇറാൻ ബോർഡർ ഇച്ചിരി ടെൻസ്ഡ് ആണ്. അതേപോലെ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിലും താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഗാസയിൽ 2 ഹമാസ് മെമ്പേഴ്സിനെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. لا هناك عند الجيب. هاي في شهيد التمرد جاهزة في المكان على الباب في شهيد. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.